ആഫ്രിക്ക. ആഫ്രിക്കയാണ് ആൻസർ. ആണുകൾക്കും പെണ്ണുകൾക്കും ചുരുണ്ട പൊടിയുള്ള മറ്റൊരു ഫോണിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുന്നു, മറ്റൊരു ഫോണിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് എന്റെ ഫോണിൽ നിന്ന് ഞാൻ ആൻസർ എഴുതട്ടോ. ആണുകൾക്കും പെണ്ണുകൾക്കും ചുരുണ്ട പൊടിയുള്ള സ്ഥലം ആഫ്രിക്ക. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന കരഞ്ഞുകൊണ്ട് പണിയെടുക്കുക. പൂവൻകോഴി. രാവിലെ കരഞ്ഞുകൊണ്ടല്ലേ അത്? പൂവൻകോഴിയാണോ? ഉപയോഗത്തിന് മുമ്പേ പൊട്ടിപ്പോകുന്ന സാധനം മുട്ടയാണോ? മുട്ടയായിരിക്കും. ഉള്ളി അരിയുന്ന ആള്. ശരിയാ. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ഉള്ളി അരിയുന്ന ആള് ഓക്കെയാണ്. മെഴുകുതിരി. മെഴുകുതിരി കറക്റ്റ് ആൻസറാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാമോ? ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്നത് മുട്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതിൽ 3 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി അരിയുന്ന ആളാണ് ഇപ്പൊ ആൻസർ. ആണോ? അതാണോ മെഴുകുതിരിയാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിന് വേണമെങ്കിൽ പറയാം. മറ്റേ ഉള്ളി അരിയുന്ന ആളും കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത്, അതുപോലെ തന്നെ പൂവൻകോഴി കരഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ വിളിച്ച് ഉണർത്തുന്നത്. അങ്ങനെയുള്ള ആൻസറൊക്കെ ഉണ്ട് കേട്ടോ. സമയത്തെ മുറിച്ചാൽ കിട്ടുന്നത് സമയത്തെ മുറിച്ചാൽ കിട്ടുന്നത് കഴിക്കാൻ പറ്റുന്നത് ഓറഞ്ച് ബ്രോ. നേരത്തെ പറഞ്ഞായിരുന്നു ബ്രോ. സമയത്തെ ടൈം പീസ്. റോക്കിംഗ് ആണ്. ഇതിന്റെ വീണ്ടും ടൈം പീസ് കറക്റ്റ് ആൻസർ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക്. സിജിനയുടെ കയ്യിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ? ചോദിക്കാം. ചേച്ചിയുടെ എന്റെ ഇല്ല. മാത്രമല്ല 4 മണിക്കൂർ കൂടുതലായി നമുക്ക്. എത്ര മണിയായി? പെട്ടെന്നാവട്ടെ. നമുക്ക് 8:30 മണിയാകുമ്പോൾ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. 8 മിനിറ്റ് കൂടെ നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. 8:30 മണിയാകുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും 8:30 മണി കറക്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജീരകം പൊടിയാൻ ഇലയില്ല, പക്ഷേ ആനയെ തളയ്ക്കാൻ തടിയുണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് ഞങ്ങളില്ല. അത് ആണല്ലോ. അപ്പം വീട്ടിൽ വെച്ച് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സ്ഥിരം നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഏത് ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടും. സ്ഥിരം കഴിക്കുന്നത് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ദോശ, ചപ്പാത്തി, അതൊക്കെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരുപാട് ഏതെങ്കിലും ഫുഡ് ഇപ്പം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പൊതിയായിട്ട് തോന്നും. കന്നഡ കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് കഴിക്കാൻ. ഗോകുല് ചോദിച്ച ചോദ്യം ആരും ഉത്തരം പറഞ്ഞത്. ചോദ്യം കേട്ടോ. കാണാൻ പറ്റും പക്ഷെ കഴിക്കാൻ പറ്റാത്ത തെങ്ങ്. ജീരകം പൊതിയാൻ ഇലയില്ല, പക്ഷെ ആനയെ തളയ്ക്കാൻ തടിയുണ്ട്. ഓക്കെ, തെങ്ങാണല്ലേ. ഓക്കെ, തെങ്ങാണോ ഉദ്ദേശിച്ചത്? ഗോകുലെ ആൻസർ തെങ്ങാണെന്നാണ് നമ്മുടെ സിജിന പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആണോ? ജീരകം പൊതിയാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഓല ആനയെ തളയ്ക്കാൻ തടിയെന്ന് പറഞ്ഞില്ലേ? ആനയെ കെട്ടാൻ പറ്റത്തില്ല. സിജിന എല്ലാ കാര്യത്തിനും കറക്റ്റ് ആൻസർ പറയുകയാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ തരുന്നുണ്ട്. ഇതൊക്കെ എവിടെ കിട്ടുന്നു കഴിവ്? ഗൂഗിൾ റിപ്ലൈ. ഗൂഗിൾ സസ്പെൻഷൻ. അത് നേരത്തെ പറഞ്ഞാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത ലഞ്ച്, ഡിന്നർ രണ്ടും ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കാൻ പറ്റത്തില്ല. അത് നേരത്തെ പറഞ്ഞത് സസ്പെൻഷൻ. അത് പറഞ്ഞായിരുന്നു. നേരത്തെ ചോദിച്ചു. അത് കഴിഞ്ഞായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത ലഞ്ച് കഴിക്കാൻ പറ്റത്തില്ല, ഡിന്നർ കഴിക്കാൻ പറ്റത്തില്ല. താങ്ക് യു. ജസ്റ്റ് 5-6 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് അപ്പോൾ ലാസ്റ്റ് ഞാൻ